ഗുഡ് ഈവനിങ്, നമസ്കാരം, വെൽക്കം ടു ഗെറ്റ് സെറ്റ് ഗോ വിത്ത് മീ തൻവീർ. ഇന്നത്തെ ഈവനിങ്ങിൽ എന്നോടൊപ്പം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2 ഗസ്റ്റുകളാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. മദേഴ്സ് ഡേക്ക് സെലിബ്രേഷനൊക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കുന്നൊരു സമയത്ത് 2 നല്ല മദേഴ്സാണ് എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. എനിക്ക് നിസ്സംശയം പറയാൻ പറ്റും. കാരണം നമ്മൾ മദേഴ്സ് ഡേയിൽ ഒരുപാട് വിഷയമൊക്കെ പറയുന്നത് നമ്മുടെ സ്വന്തം അമ്മമാരെ കുറിച്ചാണ്. അപ്പോൾ ചില അമ്മമാർ അവരുടെ മക്കളുടെ മാത്രം അമ്മമാരാകുമ്പോൾ ചില അമ്മമാർ ഒരു വലിയ സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള അമ്മമാരാവുന്നുണ്ട്, ഒരുപാട് തലമുറകളുടെ അമ്മമാരാവുന്നുണ്ട്. അത്തരത്തിൽ 2 സിസ്റ്റേഴ്സാണ് എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. അവർ നാട്ടിൽ നിന്നൊരു പരിപാടിയുടെ ഭാഗമായിട്ട് ഇങ്ങോട്ട് എത്തിയതാണ്. വളരെ സന്തോഷത്തോടു കൂടി 2 പേരെയും ഞാൻ 360 സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമുക്ക് സ്വയം ഒന്ന് പരിചയപ്പെടുത്തി നമുക്ക് തുടങ്ങാം. ഞാൻ സിസ്റ്റർ ജെന്നിഫർ ജോർജ്, പ്രിൻസിപ്പൽ സേക്രഡ് ഹാർട്ട് സീനിയർ സെക്കൻഡറി സ്കൂൾ കോട്ടയ്ക്കൽ, മലപ്പുറം. സിസ്റ്റർ മിനി റോസ്, എഡ്യൂക്കേഷൻ കൗൺസിലർ, സന്തോം പ്രൊവിൻസ്, താമരശ്ശേരി. ബ്യൂട്ടിഫുൾ. അപ്പോൾ നിങ്ങൾ 2 പേരും എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. എന്താണ് ഇവിടെ വരാനുണ്ടായ സാഹചര്യം? നമ്മുടെ ഒരു ഇൻ്റർനാഷണൽ ഡിജിറ്റൽ ഫെസ്റ്റിനോട് അനുബന്ധിച്ച് ദുബായ് യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഇൻ്റർനാഷണൽ ഡിജിറ്റൽ ഫെസ്റ്റിനോട് അനുബന്ധിച്ചാണ് നമ്മൾ വന്നത് ഇവിടെ. ഞങ്ങളുടെ സേക്രഡ് ഹാർട്ട് സ്കൂളിലെ 6 കുട്ടികൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തിരുന്നു. കോമ്പറ്റീഷനിലും ടെക് ടോക്കിലൊക്കെ പങ്കെടുത്തിരുന്നു. അവരുടെ ഒപ്പം ഞാനും അവരെ അനുഗമിച്ചു പോകുന്നതാണ്. മാത്രമല്ല സൈബർ സ്ക്വയറും എഡ്യൂക്കേറ്റേഴ്സും ആണ് ആ പ്രോഗ്രാം ചെയ്തത്. അവരുടെ സ്പോൺസർഷിപ്പിൽ നമ്മളിവിടെ എത്തിയതാണ്. എൻ്റെ സ്കൂളിൻ്റെ മാനേജറാണ് സിസ്റ്റർ സീന ആൻഡ്രൂ മിനി റൂസ്. ആ സിസ്റ്ററും എന്നോടൊപ്പം ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് വന്നതാണ്. ഒപ്പം തന്നെ ഞങ്ങളൊരു സ്കൂള് ചേഞ്ച് മേക്കർ അവാർഡ് സ്വീകരിച്ചു. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ 2 പേരും. സൂപ്പർ, കൺഗ്രാജുലേഷൻസ്. എങ്ങനെയുണ്ട് നമ്മുടെ യു എയിൽ ആദ്യമായിട്ടാണോ വരുന്നത്? ആദ്യമായിട്ടാണ് വരുന്നത്. അടിപൊളി എന്നല്ലാണ്ട് മറ്റൊന്നും പറയാനില്ല. സൂപ്പർ അല്ലേ, നമ്മുടെ കുട്ടികളുടെ ഭാഷ പറഞ്ഞാണ് കേട്ടോ അടിപൊളിയെന്ന്. ഒത്തിരി സന്തോഷമായി. എന്താ പറയുക, ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ ബൈബിളിലൊരു വചനം പറയുന്നുണ്ട്, മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, എന്നാൽ അന്തിമമായ തീരുമാനം ദൈവത്തിൻ്റെതാണ്. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ ഒരു തീരുമാനമാണ്. അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇപ്പോൾ ഈ ഒരു സ്റ്റുഡിയോയിൽ പോലും എത്തിച്ചേരില്ലല്ലോ. നമുക്ക് ഒരുപാട് സന്തോഷം. നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സന്തോഷം. കാരണം നിങ്ങളെപ്പോലുള്ളവരെ നമുക്ക് അങ്ങനെ ഒരു ഇൻ്റർവ്യൂ ചെയ്യാനൊക്കെ കിട്ടുന്നതിന് ഭയങ്കര റെയർ ആയിട്ടുള്ള, ഞാനിപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു 10 ഇയേഴ്സ് അധികമായിട്ട് റേഡിയോ ഇൻഡസ്ട്രിയിലുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് 2 സിസ്റ്റേഴ്സിനെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. ഒരാളെയല്ല, 2 ആൾ. അപ്പോൾ അതിൻ്റെ ഒരു ഇരട്ടി സന്തോഷം എനിക്കുണ്ട്. എഡ്യൂക്കേഷനെ കുറിച്ച് തന്നെയാണ് നമുക്ക് കൂടുതൽ സംസാരിക്കാനുള്ളത്. 360 ഒബ്വിയസ്ലി ഒരു എഡ്യൂട്ടൈൻമെൻറ്റ് റേഡിയോ കൂടി ആയതുകൊണ്ട് തന്നെ നിങ്ങളൊരു എഡ്യൂക്കേഷൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നതും. നിങ്ങളുടെ ലൈഫും എഡ്യൂക്കേഷനായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ്. അപ്പോൾ യു എയിൽ വന്ന സാഹചര്യത്തിൽ ചില സ്കൂളുകളൊക്കെ നമ്മൾ ഹാബിറ്റാറ്റ് സ്കൂളുകൾ വിസിറ്റ് ചെയ്യാനൊക്കെ പറ്റിയെന്നൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഫീൽ ചെയ്തോ നാട്ടിൽ നിന്നും ഇവിടെയായിട്ടൊക്കെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട്? തീർച്ചയായും വളരെ വളരെ ഒരു നല്ല ചേഞ്ച് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റി. കാരണം ഞാൻ വിസിറ്റ് ചെയ്ത ആകെ ഒരു സ്കൂൾ ഹാബിറ്റാറ്റ് സ്കൂളാണ്. അപ്പോൾ നമ്മളൊക്കെ നാട്ടിലായിരിക്കുമ്പം അറിയുന്നത് ഇതൊരു മണലാരണ്യം എന്നതാണ് ചെറുപ്പം തൊട്ട് നമ്മൾ കേട്ട് വളർന്നത്. അങ്ങനെ ഒരു മണലാരണ്യമായ ഒരു സ്ഥലം ഇതുപോലെ ഒരു പറുദീസ പോലെ ആക്കിയെടുക്കാൻ ഈ നാടിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാബിറ്റാറ്റ് സ്കൂളിന് സാധിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ നാടിൻ്റെ അധികാരികളുടെ ഒരു വിഷൻ അത് തന്നെയാണ് ഈ സ്കൂളും ഫോളോ ചെയ്യുന്നത്. കാരണം ആക്ച്വലി നമ്മൾ സർപ്രൈസ്ഡ് ആയി ടു സീ ദ ഗ്രീനറി ഓഫ് ദ സ്കൂൾ. കാരണം ഇങ്ങനെ ഒരു നാട്ടിൽ ഇത്രയും പച്ചപ്പും അതുപോലെ തന്നെ കൃഷിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ടെക്നോളജിക്ക്. നമുക്കറിയാം, നമ്മളൊക്കെ ആദ്യം വളർന്ന ഒരു കാലം നമ്മുടെ പേരൻസ് എല്ലാവരും ഫാമേഴ്സായിരുന്നു, അധികം ആൾക്കാരും. ആ ഏറ്റവും താഴെ എന്ന് കരുതിയ ആ ഒരു ജോലിയും അതുപോലെ ഇപ്പോൾ ഏറ്റവും ഹൈ ആയിട്ട് നിൽക്കുന്ന ടെക്നോളജിയും ഒരേ കുടക്കീഴിൽ. അപ്പോൾ എല്ലാത്തിനെയും ചേർത്ത് കൊണ്ടുപോകാൻ ആ സ്കൂളിനും അവിടുത്തെ കരിക്കുലത്തിനും അധ്യാപകർക്കും മാനേജ്മെൻറ്റിനൊക്കെ സാധിക്കുന്നത് വെച്ചാൽ ആക്ച്വലി റിയലി അമേസിങ് ടു സീ ദാറ്റ്. ബ്യൂട്ടിഫുൾ. എന്താ ഒരു ഭയങ്കര ഒരു വ്യത്യാസമായിട്ടൊക്കെ തോന്നിയിട്ടുള്ള കാര്യം എന്താ നാടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ? ഹാബിറ്റാറ്റ് സ്കൂൾ കണ്ടപ്പോൾ തോന്നിയത് കേരളം യു എയിലെത്തിയ പോലെ തോന്നിയത്. അത്ര മനോഹരമായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞത് എത്ര ഗ്രീനറി, സിസ്റ്റർ പറഞ്ഞു ഓൾറെഡി. അത് ഓരോ ക്ലാസ് റൂമിനോട് ചേർത്ത് തന്നെ അത് കുട്ടികൾക്ക് പുറത്തിരുന്ന് പഠിക്കാനുള്ള സൗകര്യം, അതായത് എന്താ പറയുക, നേച്ചറുമായിട്ട് അത്ര അറ്റാച്ച് ചെയ്യാനുള്ള സൗകര്യം കൊടുക്കുകയാണ് കുട്ടികൾക്ക്. നമ്മുടെ നാട്ടിലത് ഇല്ല ഇപ്പോൾ. നമ്മൾ കെട്ടിടങ്ങളിലേക്ക് ഒതുക്കുമ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, പ്രകൃതിയിലേക്ക് കുറച്ചാണ് നമ്മുടെ സ്കൂളുകളിൽ ഇറങ്ങിത്തിരിക്കുന്നത്. പക്ഷെ ഇവിടെ വളരെ എന്താ പറയുക, വളരെ സന്തോഷകരമായൊരു അനുഭവമായിരുന്നു അത്. ഒത്തിരി സന്തോഷം. സിസ്റ്റർ, ഇപ്പോൾ നിങ്ങൾ വരുമ്പോൾ ചോദിക്കാതിരിക്കാൻ നിർവാഹമില്ലാത്തൊരു കാര്യമാണ്. നമ്മളുടെ പുതിയ തലമുറയെ ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകളൊക്കെ വരുന്ന സമയത്ത്
പ്രത്യേകിച്ച് പ്രവാസത്തിലുള്ള ആളുകൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ആശങ്കയുണ്ട്. നമ്മളങ്ങനെ ഡയറക്റ്റ്ലി അത്തരം കുട്ടികളായിട്ടൊന്നും ഇടപെടുന്നില്ലല്ലോ. ഒരുപാട് വാർത്തകൾ കാണുന്നുണ്ട്. നിങ്ങൾ ആസ് എ ഒരു പ്രിൻസിപ്പൾ എന്നുള്ള നിലക്ക് എന്താണ് ഇത്തരം വാർത്തകൾ കാണുമ്പോൾ അതിനെങ്ങനെയാണ് കാണുന്നത്? അതിലൊരു എക്സാജറേഷനൊക്കെ പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ? നമ്മുടെ കുട്ടികളൊക്കെ ഭയങ്കര പ്രശ്നക്കാരാണെന്നുള്ളൊരു പൊതുബോധം അങ്ങ് നിർമ്മിക്കപ്പെടുന്നൊക്കെ പോലെ നമുക്ക് തോന്നുന്നുണ്ട്. എന്താ തോന്നിയിട്ടുള്ളത് നാട്ടിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ? അതിനെക്കുറിച്ച് പറയണമെങ്കിൽ എന്താ പറയുക, തലമുറ മോശമായെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് എന്താ കുട്ടികളോടൊപ്പം നിന്ന് അവരെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. മുൻകാലങ്ങളിൽ നമ്മൾ മോശമായ വാർത്തകൾ ഒത്തിരി കേട്ടിട്ടുണ്ട് അല്ലേ? അതിനുള്ള കാരണങ്ങൾ മറ്റെന്തോ ആയിരുന്നു. ഇപ്പോൾ ഈ കാലത്ത് നമ്മൾ കേൾക്കുന്ന ഏകദേശം അതേപോലെയുള്ള അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തിന് അനുസൃതമായ കുറേ തെറ്റുകളിലേക്ക് തലമുറ മാറുന്നുണ്ട്. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അന്നും ഇന്നും നമുക്ക് തലമുറയെ നല്ല രീതിയിൽ ആസ് എഡ്യൂക്കേറ്റേഴ്സ് നമ്മളും അതുപോലെ തന്നെ അവർക്ക് ഏറ്റവും ആദ്യം വാല്യൂസ് പറഞ്ഞു കൊടുക്കുന്നത് പേരൻസാണ് അല്ലെങ്കിൽ അവരുടെ എൽഡേഴ്സാണ്. അപ്പോൾ അവരും തമ്മിലുള്ളൊരു ബന്ധം അതാണ് ആദ്യം ഫോം ചെയ്യേണ്ടത്. ആ ബന്ധത്തിൽ നിന്ന് മാത്രമേ കുഞ്ഞുങ്ങളെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നത് കൂടുതൽ പേരൻസ് കൂടുതൽ വർക്ക് ഓറിയൻറ്റഡ് ആയി അവർക്ക് കുട്ടികളെ അറ്റൻഡ് ചെയ്യാനുള്ളൊരു സമയം സാഹചര്യങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടാകാം, പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. അപ്പോൾ അവർ ഒരു അറ്റൻഡ് ചെയ്യപ്പെടാത്തൊരു പല മേഖലകളുണ്ട് കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച്, മുതിർന്നവർക്ക് എല്ലാവർക്കും ഒരുമിച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റിയ നമ്മുടെ തലമുറ എപ്പോഴും നമ്മുടെ ഒപ്പം നമ്മുടെ കയ്യിലുണ്ടാകും, സേഫായി. ഈ കുറച്ച് ദിവസം മുമ്പ് കുട്ടികളുടെ ഒരു പ്രതിനിധിയായിട്ട്, ഐ മീൻ ഈ ഒരു ന്യൂ ജനറേഷൻ്റെ പ്രതിനിധിയായിട്ട് അസീൽ എന്ന് പറഞ്ഞൊരു കോണ്ടന്റ് ക്രിയേറ്റർ എന്നോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടി അവൻ്റെ അടുത്ത് പറഞ്ഞത് അവന് കുറേ കുട്ടികളായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഇവർക്ക് ഓപ്പണായിട്ട് സംസാരിക്കാനൊരു ഇടമില്ല നമ്മുടെ കുട്ടികൾക്ക് എന്നുള്ളൊരു കാര്യം പറയും. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ബ്ലെയിം ചെയ്യുക എന്നുള്ളതിനപ്പുറത്ത് പാരൻസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലൊക്കെ അവർ പ്രതീക്ഷിക്കുന്ന അവരെ ജഡ്ജ് ചെയ്യാത്ത അവരെ ഓപ്പണായിട്ട് അവരെ ആക്സെപ്റ്റ് ചെയ്യുന്ന ആ ജനറേഷൻ ഗ്യാപ്പ് മനസ്സിലാക്കി ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സ്പേസ് ഇല്ലാതാവുന്നു എന്നുള്ളൊരു അഭിപ്രായം അവരുടെ ഒരു പ്രതിനിധി പറയുണ്ടായി. എന്താണ് അതിനെക്കുറിച്ചുള്ളൊരു പ്രതികരണം? എനിക്ക് പറയാനുള്ളത്, നമ്മൾ പണ്ട് കാലത്താണ് നമ്മുടെ ഗ്രാൻഡ് പാരൻസ് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പാരൻസ് നമ്മളെ വഴക്ക് പറയുമ്പോൾ ഗ്രാൻഡ് പാരൻസ് നമ്മളെപ്പോഴും തലോടുന്നൊരു അനുഭവം നമുക്കുണ്ടാകാറുണ്ട്. രക്ഷകരായിട്ട് അവരെ എത്തുക എപ്പോഴും നമുക്ക്. അപ്പോൾ ആ ഒരു കാലം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഗ്രാൻഡ് പാരൻസ് നമ്മുടെ വീടുകളിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയണം. അപ്പോൾ അതൊക്കെ അപ്പോൾ കുട്ടികൾക്കൊരു സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് ആരും തുറന്നു പറയാനില്ല, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരുന്നു. സ്കൂളുകളിലാണെങ്കിൽ നമ്മൾ ഒത്തിരി പഠിപ്പിക്കാനുള്ള ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിലേക്ക് പോകുമ്പോൾ അവരെ കേൾക്കാനുള്ള സമയം കുറയുന്നു. അതിനുള്ള വേദികൾ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. ബ്യൂട്ടിഫുൾ. അതേപോലെ തന്നെ ടെക്നോളജി ഇവൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ ഇവിടെ എത്തിയതുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ എഡ്യൂക്കേഷൻ രംഗത്ത് വലിയ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇടക്കാലത്ത് തന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ എല്ലാം മെമ്മറൈസേഷനുമായി ബന്ധപ്പെട്ടതാണ്, കാണാതെ പഠിക്കുക എന്നുള്ള രീതിയിൽ മാറിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കാലം ഇൻ്റർനെറ്റൊക്കെ വന്നതോടുകൂടി ഇൻഫർമേഷനൊക്കെ വളരെ പെട്ടെന്ന് അവൈലബിൾ ആയതോടെ അത് മാറി. ഇപ്പോൾ AI കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. വളരെ കസ്റ്റമൈസ്ഡ് ആയിട്ട് നമുക്ക് വേണ്ട സാധനം മാത്രം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു എഡ്യൂക്കേറ്റേഴ്സ് എന്നുള്ള നിലക്ക് നിങ്ങൾ ഈ ടെക്നോളജിയുടെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഗ്രോത്തിനൊരു ചലഞ്ചായിട്ടാണോ കാണുന്നത്? എങ്ങനെയാണ് അതിനെ പോസിറ്റീവായിട്ടാണോ കാണുന്നത്? അത് ചലഞ്ചായിട്ട് കാണാൻ പറ്റില്ല ഒരിക്കലും. അതൊരു ഓപ്പർച്യൂണിറ്റിയാണ് കുട്ടികൾക്ക്. നമ്മളെ സംബന്ധിച്ചിപ്പം ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഒരു കാലം ഉണ്ടായിരുന്നു. അത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ചതാണ്. അപ്പോൾ അതിനു മുമ്പ് ടീച്ചേഴ്സിനെ നമ്മൾ പെട്ടെന്ന് ട്രെയിൻഡ് ആക്കി കുട്ടികൾ ഗൂഗിൾ മീറ്റും അതുപോലെ സൂം മീറ്റിങ്ങിലൊക്കെ അറ്റൻഡ് ചെയ്യാൻ പഠിച്ചു, പാരൻസ് പഠിച്ചു, അതുവഴി കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിച്ചു. ഈവൻ ടീച്ചേഴ്സ് ഓൺലൈനിൽ എക്സാം ഇടാൻ അവർ എക്യുപ്റ്റായി, അവർ ആൻസർ കറക്റ്റ് ചെയ്തു. അങ്ങനെ എല്ലാ കാര്യവും വിതിൻ നോ ടൈം നമ്മളെല്ലാം പെട്ടെന്ന് എഡ്യൂക്കേറ്റഡ് ആയി, നമ്മളത് ചെയ്തു. അപ്പോൾ മുമ്പോട്ടുള്ളൊരു കാലത്ത് നമുക്ക് ടെക്നോളജി ഇല്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല. അപ്പം നമ്മൾ എസ്പെഷ്യലി സൈബർ സ്ക്വയറിൻ്റെ ഒരു കരിക്കുലം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പം നമുക്ക് മനസ്സിലാകുന്നത്, മുമ്പ് നമ്മൾ കമ്പ്യൂട്ടറും മൊബൈലും ഒക്കെ യൂസ് ചെയ്യാൻ കൊടുത്ത കുട്ടികളത് വെറും യൂസേഴ്സ് മാത്രമായിരുന്നു. അവർ ടൈം സ്പെൻഡ് ചെയ്ത് അവർ സ്പോയിലായി പോകുമോ നമുക്കൊരു പേടിക്കുന്ന ഒരു കാലമായിരുന്നു. പക്ഷേ അതേസമയം നമ്മൾ സൈബർ സ്ക്വയർ അതിൻ്റെ ആക്ടിവിറ്റീസൊക്കെ നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചു തുടങ്ങിയപ്പം നമുക്ക് മനസ്സിലായി നമ്മളെക്കാളും എത്രയോ ഹൈ ആണ് അവരുടെ ക്വാളിറ്റീസ്, അവരുടെ കാലിബർ. അപ്പോൾ അവർ ആ യൂസേഴ്സ് എന്നുള്ളത് അവർ ഡെവലപ്പേഴ്സായി മാറി. ഓക്കെ, അവർ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങൾ, അവർ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, ഗെയിംസ് ക്രിയേറ്റ് ചെയ്യുന്നു, കുറേ കാര്യങ്ങൾ ഉണ്ടാക്കുന്നു, കുറേ ആക്ടിവിറ്റീസ് ചെയ്യുന്നു. അപ്പോൾ അവരുടെ ഒരു ലെവൽ തന്നെ വളരെ ഹൈ ആയി. അപ്പം നമുക്ക് ശരിക്കും
ഒരു നമ്മളത് കാണുമ്പോൾ നമുക്കൊരു നമ്മൾ അറിയാതെ ഒരു വർക്കിനെ അഡോർ ചെയ്ത് പോവുകയാണ്. അപ്പോൾ അത്രത്തോളം അത് അവർക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയെങ്കിൽ മാത്രമേ അവർ അത്ര ആയിത്തീരുള്ളൂ അല്ലേ. അപ്പോൾ അത് തീർച്ചയായിട്ടും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കുട്ടികൾക്ക്. സൂപ്പർ, ബ്യൂട്ടിഫുൾ. ഇപ്പോൾ യു എയിലേക്ക് വന്നതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കുകയാണെങ്കിൽ, യു എ വന്നിട്ട് എവിടെയൊക്കെ കറങ്ങാൻ പോയി, എങ്ങനെയുണ്ട് മൊത്തത്തിൽ? നന്നായി, വളരെ സന്തോഷമായി. നമുക്ക് എന്താ പറയുക, ഇത്രയും വൃത്തിയുള്ള നീറ്റിന് രാജ്യം നമ്മൾ കാണുമ്പോൾ നമ്മൾ കേരളത്തിൽ നിന്നൊക്കെ വന്നവരാണല്ലോ നമ്മൾ. അപ്പോൾ ഓർക്കുകയാണ് എത്രയോ ഭംഗിയായിട്ടാണ് ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്തത്, എല്ലാം സിസ്റ്റമാറ്റിക്കാണ്. പിന്നെ നമുക്കിവിടെ വരുമ്പോൾ വളരെ എന്താ പറയുക ശാന്തതയാണ് ഫീൽ ചെയ്യുന്നത്. ഒരു ബഹളങ്ങളില്ല, ഒച്ചപ്പാടുകളില്ല, ആൾക്കാർ ഓടി അങ്ങനെ നടക്കുന്ന പരിപാടികളൊന്നുമില്ല, എല്ലാം വളരെ സിസ്റ്റമാറ്റിക്കാണ്. കുറേ മലയാളമൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട്. നാട് വിട്ട വലിയൊരു ഫീലും ഇല്ല, തോന്നിയില്ല. അതുതന്നെ നമ്മൾ പ്രത്യേകിച്ച് ഫെസ്റ്റൊക്കെ പങ്കെടുത്തപ്പോൾ ഒത്തിരി പേര് മലയാളീസ് നമ്മൾ കണ്ടുമുട്ടാൻ സാധിച്ചു. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ഫ്യൂച്ചർ മ്യൂസിയം സൂപ്പറായിരുന്നു. അതാണ് ഒന്നാം റാങ്ക് ഫ്യൂച്ചർ മ്യൂസിയത്തിന്. നമുക്ക് ഇന്നത്തെ ഒരു കാലത്ത് ടെക്നോളജിയുടെ ലോകത്തിലാണല്ലോ നമ്മൾ ജീവിക്കുക. പിന്നെ അതുപോലെ തന്നെ ഗ്ലോബൽ വില്ലേജ് എല്ലാം നമുക്ക് എന്താ പറയുക അമേസിങ് ആയിരുന്നു എല്ലാം. ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുമ്പോൾ ലോകം മുഴുവൻ ഒരു കീഴിൽ വന്നു, എല്ലാവരും ഉണ്ട്, എല്ലാ കൾച്ചറും അവരുടെ എല്ലാ സാധനങ്ങളും അവരുടെ ആർട്ട് ഫോംസും എല്ലാം അവിടെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം നമ്മളെല്ലാം പെട്ടെന്ന് ഒരു ചെറിയ സ്ഥലത്ത് നമുക്കെല്ലാം കാണാൻ സാധിച്ചു കണ്ടിരിക്കുകയാണ്. ബ്യൂട്ടിഫുൾ. അപ്പോൾ നിങ്ങൾ സിസ്റ്റേഴ്സ് ആയതുകൊണ്ട് അത് ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് സംശയങ്ങളുള്ള അല്ലെങ്കിൽ ചോദ്യങ്ങൾക്ക് ചോദിക്കാൻ നമുക്ക് ഇൻട്രസ്റ്റ് ക്യൂരിയോസിറ്റി ജനിപ്പിക്കുന്ന കുറേ കാര്യങ്ങളാണ്. അപ്പോൾ എൻ്റെ ഒരു സിമ്പിളായിട്ടുള്ളൊരു ചോദ്യം ഇതാണ്, ഇപ്പോൾ എങ്ങനെയാണ് ഒരാൾ സിസ്റ്റർ ആവുന്നത്? ഇപ്പോൾ നമ്മൾ പല സിനിമയിലൊക്കെ ചിലപ്പോൾ കാണിക്കുന്നത് എന്താണ്, ഇങ്ങനെ പാരൻസ് നേർന്നു എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് നമ്മൾ കാണുന്നുള്ളത്. ശരിക്കും ഇതിൻ്റെ ഒരു റിയാലിറ്റി എങ്ങനെയാണ്? ഒരാൾക്ക് ഇപ്പോൾ എങ്ങനെയാണ് സിസ്റ്റർ ആവാൻ പറ്റുക? എൻ്റെ അനുഭവം വെച്ച് പറഞ്ഞാൽ നമുക്ക് ഒരാൾക്ക് നേർന്നാൽ ജീവിക്കാൻ പറ്റുന്ന ജീവിതമല്ല സിസ്റ്റേഴ്സിൻ്റെ ജീവിതം. നമ്മളത് സ്വന്തമായിട്ട് നമ്മൾ ദൈവവിളി എന്നാണ് ഞങ്ങളിതിനെ പറയാം, ഗോഡ്സ് കോൾ. അപ്പോൾ നമുക്കത് എങ്ങനെ കിട്ടുക, പ്രത്യേകിച്ച് ദൈവം വിളിക്കുന്ന പോലെയല്ല നമ്മുടെ ജീവിതവും നമ്മുടെ മനസ്സിൻ്റെ ചിന്തകൾ കാര്യങ്ങളൊക്കെ നമുക്കൊരു ദൈവികമായ രീതിയിലേക്ക് നമുക്ക് മാറ്റപ്പെടും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് പ്രതികരിക്കുമ്പോഴാണ് ഈ ഒരു ലൈഫിലേക്ക് എത്തിച്ചേരാൻ പറ്റുക. എല്ലാ ജീവിതത്തിനും ബുദ്ധിമുട്ടുകളുണ്ട്, പക്ഷെ നമുക്ക് ഈ ജീവിതം ജീവിക്കണമെങ്കിൽ അതിന് പ്രത്യേകിച്ച് ഡിവൈൻ കോൾ ആവശ്യമാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മൾ ഈ സിനിമകളിൽ കാണുന്നത് പോലെ ആരുടെയെങ്കിലും നേർച്ചയ്ക്ക് വരുന്നതല്ല, അങ്ങനെയല്ല. സെയിം. കാരണം നമുക്കൊരു കൺവിക്ഷൻ, ഓക്കെ, നമ്മൾ ആദ്യം ഒരു പക്ഷേ ഈ ഒരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ നമുക്ക് അത്രയും അറിവൊന്നും ഉണ്ടാവില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു സന്യാസ ജീവിതത്തിൽ തന്നെ നമുക്ക് ജീവിച്ചു തുടങ്ങിയിട്ട് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്ന് തോന്നിയാൽ നമുക്കത് ഉപേക്ഷിച്ച് നമ്മുടെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ തുടരുന്നവർ തീർച്ചയായിട്ടും ഒരു നല്ല കൺവിക്ഷനിൽ മുൻപോട്ട് പോകുന്നവരാണ്. കാരണം നിങ്ങൾ ആദ്യം തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ ഒരു ചെറിയ വീടും ഒരു ചെറിയ കുടുംബവും മാത്രം എൻ്റെ ലോകമായി കാണാതെ ഒരു ലോകം മുഴുവൻ അല്ലെങ്കിൽ നമ്മളോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരും നമ്മുടെ സ്വന്തം സഹോദരനോ സഹോദരിയോ അമ്മയോ അനിയത്തിയോ ചേച്ചിയോ അപ്പനൊക്കെ ആയിട്ട് നമ്മൾ കണ്ട്, നമ്മുടെ മക്കളൊക്കെ ആയിട്ട് കണ്ട് നമ്മൾ ജീവിക്കുന്നത് നമുക്കുണ്ടാകുന്നൊരു ഫീൽ എന്ന് പറഞ്ഞാൽ സംതിങ് വെരി വെരി ഡിഫറെൻറ്റ്. തീർച്ചയായിട്ടും അങ്ങനെ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും സ്ട്രഗിൾസും ഒപ്പം തന്നെ കൂടുതലായിരിക്കാം. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ നമുക്കുണ്ടാകുന്നൊരു സാറ്റിസ്ഫാക്ഷൻ അത് വളരെ വലുതാണ്. അതാണ് വളരെ വലുത്. ഇതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? ഐ മീൻ ഇത്ര വർഷം അങ്ങനെ ഉണ്ടോ? ഇതിങ്ങനെ ഒഫീഷ്യലി ഇങ്ങനെ ആവുന്ന ഒരു ഇതുണ്ടല്ലോ, അത് ആ രീതിയെക്കുറിച്ചൊന്ന് പറഞ്ഞല്ലോ. നമ്മുടെ ട്രെയിനിങ് പീരീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫാദേഴ്സ്, നിങ്ങൾ അച്ഛന്മാരെ കണ്ടിട്ടുണ്ടാവുമല്ലോ, അവർക്ക് 12 years ഓഫ് ട്രെയിനിങ് ഉണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് അത് 6 years ആണ്. അപ്പോൾ അത് നമ്മൾ ആദ്യം, ഇപ്പോൾ നമുക്ക് നിർബന്ധമായും +2 കഴിഞ്ഞിരിക്കണം എന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ 10th കഴിഞ്ഞാൽ നമ്മൾ ഈ ലൈഫിലേക്ക് വേണമെങ്കിൽ താല്പര്യമുള്ളവർക്ക് വരാമെന്നുണ്ടായിരുന്നു. ഇപ്പോൾ അത് കഴിയണം. പിന്നെ നമ്മൾ നിങ്ങൾ സിസ്റ്റേഴ്സ് ആകുന്നുണ്ടല്ലോ, അത് നമ്മൾ ആഫ്റ്റർ 21 വയസ്സിന് പൂർത്തിയായതിനു ശേഷം മാത്രമാണ് ഈ ഡിസിഷൻ നമുക്ക് എടുക്കാൻ അനുവാദമുള്ളൂ. അപ്പോൾ നമുക്ക് ഒരിക്കലും ആരും കമ്പൽ ചെയ്തിട്ടാണ് നമ്മൾ എടുത്തതെന്ന് പറയാൻ പറ്റില്ല. അത് നമ്മുടെ സ്വന്തം ഡിസിഷൻ എടുക്കാനുള്ള എല്ലാ സാഹചര്യവും നമുക്ക് ഒരുക്കി തരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു ഇതെടുത്തതിന് ശേഷം വീണ്ടും ഒരു 7 years or 9 years നമുക്ക് ടൈം കിട്ടുന്നുണ്ട്. ഈ ലൈഫ് താല്പര്യം നമുക്ക് തിരിച്ചു പോകാം. അതുകൊണ്ട് ആരും നിർബന്ധിക്കപ്പെട്ട് നിൽക്കുന്നില്ല. ഇത്രയും വർഷം നമ്മൾ 33 years ആയി ഞാൻ സിസ്റ്ററായിട്ട്, ഇന്ന് വരെ തിരിച്ചു പോകണം തോന്നിയിട്ടില്ല. എന്താ ഇതിൽ ഈ ഒരു ലൈഫിൽ ഏറ്റവും സ്വയം ഈ പറഞ്ഞ പോലെ ഉണ്ടല്ലോ കുറേ കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ത്യജിക്കുന്നുണ്ട്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ നമുക്ക് സെൽഫായിട്ട് ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ ഇതിനായിരിക്കും ഞാൻ ആയിട്ടുണ്ടാവാൻ തോന്നിയ ആ ഒരു മൊമെൻറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ ഉണ്ടോ ലൈഫിൽ? നമുക്ക് കുട്ടികളുമായിട്ടുള്ള ബന്ധം, ഞാൻ ടീച്ചറാണല്ലോ, അപ്പം നമുക്ക് ഒത്തിരി കുട്ടികൾ നമ്മുടെ സ്വന്തമായിട്ട് ഫീൽ ചെയ്യുകയാണ്.
മറ്റേത് നമുക്കിപ്പോൾ ഒരു നേരത്തെ സാർ പറഞ്ഞ പോലെ അമ്മ എന്ന് പറഞ്ഞാൽ ഏതാനും കുട്ടികൾ ആൾക്കാർ മാത്രമല്ല, അങ്ങനെയല്ല. നമുക്കിപ്പോൾ ഇന്നലെ തന്നെ ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ പഠിപ്പിച്ച എത്രയോ കുട്ടികൾ, പ്രത്യേകിച്ച് സിസ്റ്റർ പഠിപ്പിച്ച കുറേ കുട്ടികളെ കണ്ടുമുട്ടാൻ പറ്റിയത് ബൈ ചാൻസ്. അതുപോലെ തന്നെ ഞങ്ങളെ കണ്ടപ്പോൾ സിസ്റ്റേഴ്സാണെന്ന് കണ്ട് ഓടി വന്ന കുറേ പേരുണ്ട്. അപ്പോൾ നമ്മൾ അവർ നൽകുന്ന റെസ്പെക്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ അവർക്ക് ഏതെങ്കിലുമൊക്കെ സിസ്റ്റേഴ്സിൻ്റെ ജീവിതത്തിലൂടെ ലഭിച്ച ഒരു നന്മയാണ് നമ്മളെ കാണുമ്പോൾ അവർക്ക് ആ ഫീൽ ചെയ്യുന്നത്. എനിക്ക് ഈ ഒരു വേഷം കാണുമ്പോൾ തന്നെ നമുക്കൊരു അടുത്ത് പോകാൻ അല്ലേ, ഒന്ന് സംസാരിക്കാൻ നമ്മളെ കരുതൽ നൽകുന്ന ഒരാളാണെന്നുള്ളൊരു ഫീല് അല്ലേ ഈ വേഷം തന്നെ സമ്മാനിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായും ഞങ്ങളതുകൊണ്ട് വി ആർ പ്രൗഡ് ഓഫ് ദിസ്. നമുക്ക് സന്തോഷമാണ് ഇതിൽ. ബ്യൂട്ടിഫുൾ. നമ്മൾ സമാധാനത്തെക്കുറിച്ചും കാരുണ്യത്തെക്കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടെ ഉണ്ടാവാം. സിനിമകളിലെ വയലൻസിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ കാണുന്നുണ്ട്. അത് വലിയ രീതിയിൽ നമ്മുടെ കുട്ടികളൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് കേൾക്കുന്നുണ്ട്. ഇതിൽ നമ്മളൊരു ആസ് എൻ ഇൻഡിവിജ്വൽ നമുക്ക് എന്താണ് ഇതിനകത്ത് ചെയ്യാൻ പറ്റും? ഇതിന് മാറ്റം വരുത്താൻ വേണ്ടി നമ്മൾ സ്വയം മാറണമെന്ന് നമ്മൾ പറയുമല്ലോ, ഒരാൾക്കെങ്കിലും മാറ്റം വരുത്താൻ പറ്റുമെന്ന് പറയുമല്ലോ. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു എക്സ്പീരിയൻസിൽ നിങ്ങൾക്ക് എന്താ തോന്നിയിട്ടുള്ളത്? ആസ് എ വ്യക്തികൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക ഇതിനകത്ത്? ഓക്കെ, ഞാൻ വളരെ കൃത്യമായ എക്സാമ്പിൾസ് ഉണ്ട്. ഈ മൂവിയിലെ വയലൻസ് നമ്മുടെ കുട്ടികളെ അല്ലെ തലമുറകളെ എത്രമാത്രം സ്വാധീനിക്കുന്നു എന്നുള്ള വളരെ കൃത്യമായ എക്സാമ്പിൾസ് ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഈ അടുത്ത് സംഭവിച്ച കുറച്ച് ഇൻസിഡൻസ് ഉണ്ട്. ഓക്കെ, കൊലപാതകങ്ങളും അതിനോട് ബന്ധപ്പെട്ട കുറച്ച് ചില സിനിമകളിലെ ഭാഗങ്ങൾ അതേപടി റിപ്പീറ്റ് ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും ആസ് എ ഇൻഡിവിജ്വൽ എല്ലാവരും ഒരു എൻ്റർടൈൻമെൻറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ ഒരു പഴയ കാലത്തൊരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സമാധാനകാംക്ഷികളായിട്ട് അല്ലെങ്കിൽ ഒരു മൂവി കണ്ടാൽ അതിലൊരു ഇച്ചിരി ട്രാജഡി, പിന്നെ ഒരു നല്ലൊരു ഫാമിലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു നമ്മൾ കാണുന്നത്. ഇപ്പം അത് മാറി. അതിന് ചിലപ്പം പല കാരണങ്ങളുണ്ടാകാം. ഞാൻ പല ആൾക്കാരും സംസാരിച്ച് കേൾക്കുന്നൊരു കാര്യമാണ്, നമ്മളിപ്പോൾ കുട്ടികൾ അധികം വീഡിയോ ഗെയിമിനൊക്കെ അഡിക്റ്റായ കുറേ പേരുണ്ട്. അതിൽ കുറേ വയലൻസ് ഉണ്ട് അല്ലേ, ചില ഗെയിംസിൽ. അപ്പോൾ അത് കൊല്ലുന്നതും തട്ടുന്നതും തെറിപ്പിക്കുക, അങ്ങനെ കുറേ ഭാഗങ്ങളുണ്ട്. അപ്പോൾ ആ കുട്ടികളെ സംബന്ധിച്ച് അല്ലെ അതുപോലെ തന്നെ കുറേ വയലൻസ് ആയിട്ടുള്ള സിനിമകൾ കാണുന്ന കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ ഒരു കാര്യം കാണുമ്പോൾ അവർക്ക് പ്രത്യേകിച്ചൊന്നും ഒരു ഫീലിങ്സ് ഇല്ല. കാരണം ഇതൊരു അവരെ സംബന്ധിച്ചൊരു ഗെയിമിൻ്റെ ഭാഗം, അല്ലെങ്കിൽ റിയലി ഡെയിലി നാട്ടിൽ സംഭവിക്കുന്ന ഒരു കാര്യത്തിൻ്റെ ഭാഗമേ തോന്നുള്ളൂ. അതെനിക്ക് തോന്നുന്ന കുറച്ചും കൂടെ ഒരു പഴയ തലമുറയാണെങ്കിൽ അവരെ സംബന്ധിച്ച് ഒരു ഷോക്കിംഗ് തിങ്ങാണ്. അവർ ഒരിക്കലും അതിനെ ഇഷ്ടപ്പെടില്ല, അതിനോടൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാകും. അതൊരു പക്ഷേ ഒരു ജനറേഷനെ ബാധിച്ചിട്ടുണ്ടാകാം. ആസ് എ ഇൻഡിവിജ്വൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചാൽ അതിനെന്താണ്, നമ്മൾ ഒരു സമൂഹമായിട്ട് തന്നെ നമ്മൾ മാറ്റേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ മുമ്പ് ചർച്ചകളൊക്കെ വന്നപ്പോൾ ഈ കുറേ മോശമായ കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചപ്പോൾ പല ചർച്ചകളും വന്നപ്പോൾ എല്ലാവരും സജസ്റ്റ് ചെയ്തൊരു കാര്യമാണ് ഇങ്ങനെ ഒത്തിരി വയലൻസ് ഉള്ള മൂവീസ് എൻകറേജ് ചെയ്യരുത്. അപ്പോൾ നമുക്കറിയാം ഒരു വിഷ്വൽ മീഡിയ നമ്മളെ ഒത്തിരി ബാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളൊക്കെ അഡൾട്ടാണ്, നമുക്കറിയാം അത് നല്ലതാ അല്ലെങ്കിൽ ഇത് ചീത്ത എന്ന് മനസ്സിലാക്കാൻ അറിയാമെങ്കിലും നമ്മളെ അറിയാണ്ടൊക്കെ എവിടെയൊക്കെയോ ബാധിച്ചു പോകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനൊരു കാര്യം ഇത് തിരിച്ചറിവില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ അവരുടെ ചെറുപ്പകാലത്തെ അല്ലെ അവരുടെ ബാല്യത്തെ അവരുടെ മുമ്പോട്ടുള്ള ലൈഫിനെ എത്രമാത്രം ബാധിക്കുന്നുണ്ടെന്ന് ഇത് ചെയ്യുന്നവർ ചിലപ്പോൾ മനസ്സിലാക്കാതെ പോകുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ സമൂഹമായിട്ടും അല്ലെങ്കിൽ അധികാരസ്ഥാനത്തിരിക്കുന്നവരും എഡ്യൂക്കേഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരും അതുപോലെ സാഹിത്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ സ്ഥിരമായ അതിനുവേണ്ടി വർക്ക് ചെയ്തേ പറ്റൂ. അത് ചെയ്തില്ലേ നമ്മുടെ തലമുറ നമ്മുടെ കയ്യിൽ നിന്നും വിട്ടുപോകും. അത് നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു സമാധാനകാംക്ഷികളായ ഒരു നല്ല ജനതയെ നമ്മൾ അല്ലെങ്കിൽ ഒരു തലമുറയെ നമ്മൾ തിരിച്ചു കൊണ്ടുവരണം അല്ലേ. കാരണം എപ്പോഴും ഞാൻ കുട്ടികളോട് പറയുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയതിനെക്കുറിച്ച് സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റിയ അല്ലെങ്കിൽ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഹാപ്പി ആയിരിക്കും, സന്തോഷമുള്ളവരായിരിക്കും, സംതൃപ്തരായിരിക്കും. അതേസമയം നമുക്ക് കിട്ടാത്തതിനെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമുക്കൊരിക്കലും ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകും. അപ്പം നമുക്ക് സന്തോഷത്തോടെ സംതൃപ്തരായിരിക്കാൻ ഇഷ്ടംപോലെ കാര്യങ്ങൾ ദൈവം തരുന്നുണ്ട്. അതിനെ ഫോക്കസ് ചെയ്യുക അല്ലേ, ഇല്ലാത്തതിനെ ഫോക്കസ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ തലമുറയും നമ്മുടെ കാഴ്ചപ്പാടുകളും നമ്മുടെ വാല്യൂസും മാറും. സാവധാനം.
ബ്യൂട്ടിഫുൾ. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ആയിരിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിലുള്ള വാല്യൂസ് തലമുറകളായിട്ട് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന 2 പ്രിയപ്പെട്ട സിസ്റ്റേഴ്സാണ് ഇന്ന് നമ്മളോടൊപ്പം 360 റേഡിയോയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നതാണ്. അവർ പോകാനുള്ളൊക്കെ തിരക്കിലാണുള്ളത്. അതിനിടയിലും നമ്മളോടൊപ്പം കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് വന്നതിൽ. നിങ്ങളുടെ എല്ലാ പരിപാടികൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു.